ആൻറ്റി ഏജിങ് സീറോ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമുക്ക് ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 45+ അല്ലെങ്കിൽ 40+, 50+, 60+ ഒക്കെ ഉള്ളവരുടെയൊക്കെ സ്കിന്നിൽ നമ്മൾ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡ്രൈനെസ്, റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, അൺഈവൺ, ഇത്രയും പ്രശ്നങ്ങളാണ് കൂടുതലും സ്കിന്ന് ശ്രദ്ധിക്കുന്നവർക്ക് ഇതൊന്നും ഉണ്ടാവത്തില്ല. ശ്രദ്ധിക്കാത്തവരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള കുറേ ഇഷ്യൂസാണ് ഇതൊക്കെ. അപ്പം ഇതിന് ഒരു പരിഹാരമായിട്ടുള്ള ഒരു സിറം, അതും 100% നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള സിറം ആണ്. ഇതിനകത്ത് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിറമാണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സിറം റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ പ്രോപ്പർ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിലേക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു 40+ അല്ലെങ്കിൽ 50 ഒക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ ചെറിയ രീതിയിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവും. അത് പിന്നീട് സ്പ്രെഡാവും, പിന്നീട് പിഗ്മെൻറ്റേഷൻ ആവും, പിന്നെ അതുപോലെ തന്നെ ഡ്രൈനെസ്, അതുപോലെ തന്നെ സ്കിൻ അൺഈവൺ ആയിട്ടുണ്ടാവും, റിങ്കിൾസ്, വളരെ നേരത്തെ തന്നെ നമുക്ക് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ അതൊന്നും വരാതെ ഇരിക്കണം. നമ്മളെല്ലാവർക്കും ആഗ്രഹമാണല്ലേ നമ്മളുടെ സ്കിൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഞാൻ ഓക്കെ എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മളുടെ തിരക്കുകൾ കൊണ്ട് നമുക്കൊരു നല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയം നമ്മൾ അതിനൊന്നും സമയം കണ്ടെത്തൂല്ല. നമ്മൾ ജോലി കാര്യങ്ങൾ തിരക്ക് അങ്ങനെയായിട്ട് പോകും. അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം അവരെ നോക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ശ്രദ്ധിക്കാതെ പോകും. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം കഴിഞ്ഞിരിക്കും, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് പോസിബിൾ അല്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ ആ ഒരു ഏജിലേക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനിലേക്ക് നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനെല്ലാം സൊല്യൂഷൻ എന്തായാലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ഹോം കെയർ ചെയ്താലും നമ്മൾ സ്കിൻ കെയർ ചെയ്യാതെ ഹോം കെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സ്കിന്നിന് പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്യണം, ടോൺ ചെയ്യണം, മോയ്സ്ചറൈസർ ചെയ്യണം. അതുപോലെ തന്നെ നൈറ്റ് കെയർ, മോർണിംഗ് റൊട്ടീൻ, നൈറ്റ് റൊട്ടീൻ, ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പറയുമ്പോൾ തോന്നും ഇത്രയും സംഭവങ്ങളുണ്ടോ, ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് ഇഷ്യൂസ് വന്നതിന് ശേഷം ഡോക്ടേഴ്സിനെ കാണുന്നു, ഒരുപാട് പൈസ കളയുന്നു, അതിൻ്റെ പുറകിൽ അവർ പറയുന്ന എല്ലാ ക്രീമും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ്, അതുപോലത്തെ ഒരുപാട് ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മളുടെ സ്കിൻ കെയർ പ്രോപ്പറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ സ്കിൻ കെയർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും. 3 മാസത്തെ നമ്മുടെ ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിൻ ബെറ്റർ സ്കിന്നാക്കി മാറ്റാൻ പറ്റും. എന്ത് പ്രശ്നം ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങൾക്കും എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, എങ്ങനെയാണ് പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്കൊന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ ഓൺലൈൻ വഴിയാണ് കൺസൾട്ട് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ആവശ്യമുള്ള കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് പറഞ്ഞുതരും, അത് കറക്റ്റ് ചെയ്യിപ്പിക്കും. അതിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് ഹെൽത്തി ആയിക്കൊണ്ട് ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു സൂപ്പർബായിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഫീസ് വരുന്നുണ്ട്, 5000 ആണ്. അത് ആദ്യം തന്നെ പറയുവാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ സ്കിൻ കെയറിൽ ഇത് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ വിളിച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് നോക്കാം നമ്മളുടെ ഈ ഒരു മാജിക് സിറം തന്നെ ഞാൻ പറയും. ഈ ഒരു ആൻറ്റി ഏജിങ്ങിലേക്കുള്ള ഒരു മാജിക് സിറോ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് നമ്മൾ സിറോ ആയിട്ട് യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടായിരിക്കും. അൺഈവൺ മാറിക്കിട്ടും, ഡ്രൈനെസ് മാറിക്കിട്ടും, പിഗ്മെൻറ്റേഷൻ കുറവുണ്ടാവും, ഡാർക്ക് സ്പോട്ട് കുറവുണ്ടാവും. എല്ലാറ്റിനും നല്ലൊരു പരിഹാരമാണ്. പക്ഷേ അതിൻ്റെ കൂടെ സ്കിൻ കെയർ പ്രോപ്പറാക്കണം. ഓക്കെ, ബേസ് ഇല്ലാതെ നമ്മൾ എന്ത് കെട്ടിയിട്ടും കാര്യമില്ല. ആദ്യം ബേസ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ആണ്. അത് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഹോം കെയർ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർബായിട്ടുള്ള റിസൾട്ടായിരിക്കും. കൂടാതെ ഇന്ന് ഞാൻ പറഞ്ഞിരുന്ന സിറം ഉണ്ടല്ലോ, ഞാൻ വീണ്ടും പറയണം, അതൊരു മാജിക്കാണ്. തീർച്ചയായിട്ടും ആൻറ്റി ഏജിങ്ങിലേക്ക് വേണ്ടിയിട്ട്, ആൻറ്റി ഏജിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സിറം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഒലിവ് ഓയിലാണ്. ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഒരു 1 വീക്കിനുള്ളൊരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ 1 or 2 വീക്സിൽ വരെയും ഏകദേശം എടുക്കാം. ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് ആദ്യം വേണ്ടത് 7 to 8 സ്പൂൺ, അതായത് 7 മുതൽ 8 സ്പൂണോളം ഒലിവ് ഓയിൽ എടുക്കാം. ഓക്കെ, അതായത് ചെറിയ ബോട്ടിൽ ഒരു 1/4 ബോട്ടിൽ വരും. 7 മുതൽ 8 സ്പൂൺ വരെ ഒലിവ് ഓയിൽ. അതിലേക്ക് നമ്മൾ
4 to 5 സ്പൂൺ നമ്മളുടെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 8 സ്പൂൺ നമ്മൾ ഒലിവ് ഓയിൽ എപ്പോഴും നമ്മൾ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് ആക്കുകയും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ 8 സ്പൂണോളം നമ്മൾ ഒലിവ് ഓയിൽ എടുത്തു, 5 സ്പൂണോളം നമ്മൾ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ ഓരോന്നും ആഡ് ചെയ്യുമ്പോഴും മിക്സ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഓരോന്നും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴും മിക്സ് ചെയ്ത് ചെയ്യുക. 2 സ്പൂൺ ഗ്ലിസറിൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 to 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 400 mg എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്കിന്നിന് വേണ്ടി നമ്മൾ സാധാരണ ഗ്രീൻ ആണ് കണ്ടുവരുന്നത്, ഇപ്പോൾ റെഡ് ഷോപ്പുകളിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ചോദിച്ച് പറ്റുമെങ്കിൽ അത് മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 2 to 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരിക. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓരോന്നും ഓയിലാണ്, അപ്പോൾ ഓരോ ഓയിലും ഓരോന്നിൻ്റെ കൂടെ നമുക്ക് കറക്റ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നാൽ നമുക്കത് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും നമ്മളുടെ ഈ ഒരു മാജിക് സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇതൊരു മാജിക് ഓയിൽ അല്ലെങ്കിൽ മാജിക് സിറോ ആണ് നമ്മൾ റെഡിയാക്കുന്നതെന്ന് പറഞ്ഞു. ഇത് സംഭവിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ നിന്നാണ് നമുക്കിത് ഈ ഒരു മാജിക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മുൾട്ടാനി മെട്ടി നമുക്ക് ആയുർവേദിക് ഷോപ്പിലെല്ലാം തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ സ്റ്റിക്ക് കിട്ടും കേട്ടോ. സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്ക് നമ്മൾ ഇതിനകത്ത് ആദ്യം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ബൗളിലല്ല ഇതെല്ലാം എടുക്കണം, മിക്സ് ചെയ്യേണ്ടത്. ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത ഒരു ബോട്ടിൽ, ഒരു ജാർ എടുക്കുക. ജാറിലേക്ക് ഈ ഓയിലെല്ലാം കൂടി ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ചെറിയ ജാറാണെങ്കിൽ ഒരു ഹാഫ് വരെ എത്തും. അതിലേക്ക് നമ്മൾ ഒരു 7 to 8 സ്റ്റിക്ക് നമുക്ക് മുൾട്ടാനി മെറ്റിയുടെ സ്റ്റിക്ക് കിട്ടും. നമുക്ക് പൗഡർ കിട്ടും, പക്ഷേ സ്റ്റിക്ക് കുറച്ചും കൂടെ ബെറ്ററാണ്. സ്റ്റിക്കാണ് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരുന്നത്. അപ്പോൾ 7 to 8 മുൾട്ടാനി മെറ്റി സ്റ്റിക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് സെറ്റാക്കി വയ്ക്കാം. വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എല്ലാ ദിവസവും രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മസാജ് ഓയിലായിട്ട് ചെയ്യാം. പ്ലസ് നമുക്കിതൊരു സിറം ആയിട്ട് തന്നെ നമ്മൾ സ്കിൻ കെയറിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റിൽ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസൊക്കെ ചെയ്ത് ടോൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാത്രമായിട്ടും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കുറച്ച് ഡേയ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്ലിസറിൻ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ വരുന്നത്. കൂടാതെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഓയിലാണ് വരുന്നത്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ നമുക്ക് ഒലിവ് ഓയിൽ, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം 2-3 മാസത്തേക്ക് ചീത്തയാവത്തില്ല കേട്ടോ. ഇത് നമ്മൾ കറക്റ്റ് അളവിൽ ചെയ്ത് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു അളവിൽ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് വെച്ചാൽ മതി. 2 to 3 മാസം ഒരു ചീത്തയാവാതെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. നൈറ്റ് യൂസ് ചെയ്യുന്നത് ഭയങ്കര റിസൾട്ടാണ്. നൈറ്റ് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് അങ്ങനെ വിടുക, മോർണിംഗിൽ നമുക്ക് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്തായാലും ആൻറ്റി ഏജിങ്ങിലേക്കുള്ളവർ, അല്ലെങ്കിൽ നമുക്കൊരു സ്കിന്നിന് ഒരുപാട് ഡ്രൈനെസ്, റിങ്കിൾസ്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഇതിൻ്റെയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ഒരു സിറം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര റിസൾട്ടായിരിക്കും. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് സിറമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എല്ലാ ദിവസവും വീഡിയോസിൽ നമ്മൾ ഓരോ രീതിയിലുള്ള സിറവും കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ സ്കിന്നിന് എന്താണ് സ്യൂട്ടാവുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോന്ന് പറയുമ്പോൾ മാറി അയ്യോ ഇന്നലെ ഇത് പറഞ്ഞു, ഇത് ട്രൈ ചെയ്തു, ഇന്നത് പറഞ്ഞു, ഇങ്ങനെയെന്നല്ല. നമുക്ക് ഏതാണോ ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് ഏതിൽ നിന്നാണോ കിട്ടുന്നത് അത് മാത്രം കണ്ടിന്യൂ ചെയ്യുക. എന്ന് വെച്ച് നമ്മൾ പറയുന്ന എല്ലാതും നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ, എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭയങ്കര റിസൾട്ടായിരിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും ചെയ്യാത്തവർ സിറം റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ സിറം ഒന്ന് റെഡിയാക്കിക്കോളൂ കേട്ടോ. വളരെ ഈസി അല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റിസൾട്ടുള്ളത്, അതായത് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ്, ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുപോലെ തന്നെ പേഴ്സണൽ ഗൈഡൻസ് വേണം, നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ, അതിലേക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.